ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി തേങ്ങ അരച്ച മീൻകറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മീൻകറീൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. കൂടെ ആ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് കറി വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര കുറവ് തേങ്ങ എടുക്കുന്നത്. കണക്ക് പറയുകയാണെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും. അത് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. അതും കൂടെ കൂട്ടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. പിന്നെ വേണ്ടത് പുളിയാണ്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന മീൻ അയല മീനാണ്. ഞാൻ 2 നല്ല വലിപ്പമുള്ള അയലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഉള്ളി, പകുതി തക്കാളി, ഒരു 5 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് കലക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വെച്ച കറിയിലേക്ക് ഒരുപാട് പുളിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഇനി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. കൈകൊണ്ട് കലക്കിയെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് മാത്രം സ്പൂൺ എടുത്തതേ ഉള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കറിക്ക് തീരെ കളർ ഉണ്ടാവില്ല. പക്ഷേ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ തിക്കായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് എത്ര ചാറ് വേണം എന്നുള്ളത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കുന്നില്ല. കാരണം എനിക്ക് ആകെ 2 മീനേ ഉള്ളൂ. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായി തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൂണിട്ട് ഇളക്കാൻ നിൽക്കണ്ട. ഇപ്പം ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഉപ്പ്. ഇപ്പം എല്ലാം എനിക്ക് കറക്റ്റാണ്. ഉപ്പ് പുളി എല്ലാം കറക്റ്റാണ്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോഴത്തെ കറിയൊക്കെ അത്യാവശ്യം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇപ്പം മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇനി കറി വറവിടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ 5-6 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ വറവിടുന്നത് കറിയിലേക്ക് ഒഴിക്കുന്നത് മിസ്സായിപ്പോയി. അപ്പം നമ്മൾ അവസാനം വരെ വീഡിയോ എടുത്തിട്ട് അവസാനത്തേക്കുള്ളത് മിസ്സായി പോകുമ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. ഇപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കറീൻ്റെ. അടിപൊളി കറിയാണ്.
ഈ കറി ഉണ്ടാക്കിയ പാടെ കഴിക്കാതെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തലേന്ന് രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് രാവിലെ പുട്ടിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെയും ബെസ്റ്റാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ്, സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ക്ലിക്ക് കൂടി ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം.